ബെനീസ് വ്ലോഗ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ MRF കോട്ടയം യൂണിറ്റിൽ നിന്നും റിട്ടയർ ചെയ്തവരുടെയും പിരിഞ്ഞുപോയവരുടെയും ഒരു ഫാമിലി മീറ്റിൻ്റെ കവറേജാണ്. കോട്ടയത്തുള്ള ഹോട്ടൽ സീസർ പാലസിലാണ് ഈ ഒത്തുചേരൽ നടന്നത്. 14 സെപ്റ്റംബർ ഞായറാഴ്ചയായിരുന്നു ഒത്തുചേരൽ. വൈകിട്ട് 5 തൊട്ട് 10 വരെ. എല്ലാവരും വളരെ വർഷങ്ങൾക്ക് ശേഷമാണ് മിക്കവർ വീണ്ടും കാണുന്നത്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വിശേഷങ്ങളൊക്കെ തിരക്കി പരിചയം പുതുക്കുന്ന ഒരു അവസരമാണ്. ഇന്നത്തെ ഈ ഫംഗ്ഷന് നമുക്ക് ഫോർമൽ മീറ്റിംഗ്സ് ഒന്നും ഇല്ല. അപ്പം നമ്മൾ ഇതിൻ്റെ അവസാനമാകുമ്പോഴത്തേനും നമ്മളുള്ള കുറേ സ്പോൺസർഷിപ്പിൽ കുറേ സമ്മാനങ്ങൾ കൊടുക്കുന്നുണ്ട്. കേരള ഓണം മെമ്പർ ലോട്ടറിയുടെ 10 ലോട്ടറി ടിക്കറ്റുകളാണ്. 500 രൂപയുടെ 10 ലോട്ടറി ടിക്കറ്റുകൾ. അതുപോലെ തന്നെ ഹോട്ടൽ സീസർ പാലസിലുള്ള 500 രൂപയുടെ 10 കൂപ്പൺസ്, 1000 രൂപയുടെ ഒരു കൂപ്പണ്, 1500 രൂപയുടെ ഒരു കൂപ്പണ്, 2500 രൂപയുടെ ഒരു കൂപ്പണ്. പിന്നെ അടുത്തത് ബമ്പർ പ്രൈസ് വാഗമൺ ട്രൈറ്റൺ ഹൈറ്റ്സിൽ 2 പകലും 1 രാത്രിയും താമസിക്കാനുള്ള 2 കൂപ്പൺസും. ഇത്രയാണ് ഈ ഒരു ഗെറ്റ് ടുഗദറിൻ്റെ അവസാനം ലോട്ടിട്ട് തിരഞ്ഞെടുക്കുന്നത്. ബെനീസ് വ്ലോഗ്സ് ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. നമ്മൾ ഇതിനകത്തെ 2 വീഡിയോസ് ഓൾറെഡി നമ്മൾ യൂട്യൂബിൽ ഇട്ട് കഴിഞ്ഞു. ഒന്ന് റോട്ടറിയെ പറ്റി ശ്രീ ലാൽ വർഗീസ് ജോർമാത് സാറുമായിട്ട് സംസാരിക്കുന്നത്. മറ്റൊന്ന് ശ്രീ KR രാജന് എങ്ങനെ ഈ 8 എംപ്ലോയീസിൽ നിന്ന് ഇപ്പം കാണുന്ന ഈ 3000 എംപ്ലോയീസിലേക്ക് എങ്ങനെ ഫാക്ടറിനെ വളർത്തിയെടുത്തു എന്നുള്ള ഈ 2 വീഡിയോസ് ഓൾറെഡി നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ അതിൻ്റെ ഒരു ഭാഗങ്ങൾ ഇനി കാണിക്കത്തില്ല. ബാക്കിയുള്ള ഫങ്ഷൻസാണ് ഇവിടെ നമ്മൾ കാണുന്നത്. MRF ട്രൈനേഴ്സിൽ ശ്രേഷ്ഠവും അനുഗ്രഹീതവുമായി പ്രവർത്തിച്ച് കഴിഞ്ഞ സമ്മേളനത്തിന് ശേഷം നമ്മെ വിട്ട് കടന്നുപോയ താഴെ പേര് പറയുന്ന പ്രിയപ്പെട്ടവരുടെ വേർപാടിൽ MRF റിട്ടയർഡ് സ്റ്റാഫ് അസോസിയേഷന്റെ ദുഃഖവും അനുശോചനവും CK ജോസഫ് പുതുപ്പള്ളി, UPN ഉമ്മൻ വടവാതൂർ, ജേക്കബ് മാത്തൻ ഉത്തരങ്ങാടി, ജേക്കബ് വർഗീസ് മാവേലിക്കര, തോമസ് വർഗീസ് തോമസ് തോംസൺ വള്ളം, BK മാത്യു ഇറഞ്ഞാൽ ആൻഡ് ദിലീപ് മാർക്കോസ് ചിങ്ങവര. മേൽപ്പറഞ്ഞവരുടെ ഇഹലോക ജീവിതയാത്രയിൽ നമുക്ക് നമ്മുടെ സമൂഹത്തിനും കാലാകാലങ്ങളിൽ ലഭിച്ച എല്ലാ നന്മകൾക്കും നേതൃത്വത്തിനായി ജഗദീശ്വരന് നന്ദി അർപ്പിക്കുന്നു. അവർ കാണിച്ച നല്ല മാർഗങ്ങൾ നമുക്കും പിൻപറ്റാം. കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ നമുക്കും പങ്കുചേരാം. MRF റിട്ടയർഡ് സ്റ്റാഫ് അസോസിയേഷന്റെ പേരിലുള്ള അനുശോചനം ഈ സമയത്ത് രേഖപ്പെടുത്തുന്നു. ആദര സൂചകമായി നമുക്ക് എല്ലാവർക്കും ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാം. നമ്മൾ ഇനി 75 വയസ്സ് കഴിഞ്ഞ ആൾക്കാരുടെ ഒരു ആദരവാണ് ഇവിടെ നടക്കുന്നത്. നമ്മൾ പേര് വായിക്കുമ്പോൾ അവരെ നമ്മളൊരു പൂ കൊടുത്ത് നമ്മൾ കാല കൊടുത്ത് നമ്മളവരെ ആദരിക്കുകയാണ്. ഇവിടെ ഒരു നമ്പർ നമ്പർ 47 ആണ്. അതൊരു 47 എന്ന് പറയുന്നത് ആരാണ് നോക്കുന്നത്? 47 ബേബി തോമസിന്റെ നമ്പറാണ്. ബേബി തോമസ് ഇപ്പോൾ നമ്മുടെ മുഴുവനെ ആദരിക്കുന്നു. ഈ ഫോറത്തിന്റെ അഭിനന്ദനം മുഴുവനും എല്ലാവരുടെയും പേരിൽ അറിയിക്കുന്നു. അടുത്തതായിട്ട് ബാബു കോലയാണ് നമ്മൾ ആദരിക്കുന്നത്. ബാബുക്കർ സാർ ഇങ്ങോട്ട് കടന്നു വരണം. ബാബുക്കർ സാറിനെ ആദരിക്കുന്ന നമ്പർ 6 സുഭാഷ്. അങ്ങനെ ബാബുക്കർ സാറിന് എല്ലാവരും ആശംസകളോട്
താങ്ക് യു സുഭാഷ്. പൊന്നാടനാണ് കടന്നു വന്നു. ആനി കോശി വർഗീസ് കൊടുത്ത് കൊല്ലാതെ തന്നെ പുഷ്പം കൊടുത്ത് ആദരം ഉറപ്പിക്കണം. താങ്ക് യു ആനി. കൊല്ലാതെ എല്ലാവിധ ആദരവും ഉറപ്പിക്കുന്നു. ഇപ്പോൾ അടുത്തായിട്ട് മോഹൻഗോർ സാറാണ്. മോഹൻഗോർ സാറിനെ അവിടെ പോകണം. സാർ നടക്കണം, അങ്ങോട്ട് വരാം. ആളെ ഞാൻ കണ്ടിരിക്കും. സാർ അവിടെ കാണാം. ടോക്കൺ 4. മോഹൻഗോർ സാറിന് ഈ ഫോറത്തിന്റെ ആദരവ് ഞങ്ങൾ അർപ്പിക്കുകയാണ്. അടുത്തതായിട്ട് നമ്മൾ ആദരവ് അർപ്പിക്കുന്ന നമ്മുടെ ഗവർണർ സാറിനാണ്. അദ്ദേഹത്തെ കുറിച്ച് 2 വാക്ക് സംസാരിച്ച് അദ്ദേഹത്തെ പൊന്നാടി അണിയിക്കുന്നതിനായിട്ട് ഞാൻ ആരാധന പറയാം. 2 വാക്ക് സംസാരിക്കുന്നതിനായിട്ട് രാജനെ ക്ഷണിക്കുന്നു. ജ്യോതിബാസ് സാറിന് പൊന്നാടി അണിയിക്കേണ്ട ആളുടെ ടോക്കൺ ഞാൻ എടുക്കുവാണ്. ടോക്കൺ 22 22 കടന്നു വരിക. രാജൻ പറഞ്ഞു കഴിയുമ്പോൾ 22 എന്ന് പറയുന്നത് ബെന്നി ജോസഫ്. കുടുംബാംഗങ്ങളെ, വളരെ സന്തോഷകരമായ ഒരു സാഹചര്യത്തിലാണ് നമ്മളെല്ലാവരും ഇവിടെ ഒത്തുചേർന്നിരിക്കുന്നത്. MRF-ൽ ദീർഘനാൾ സേവനം അനുഷ്ഠിക്കുകയും MRF-ൽ നിന്ന് റിട്ടയർ ചെയ്യുകയും ചെയ്ത ആളുകളുടെ ഒരു കൂട്ടായ്മയാണിത്. ആദ്യമായി തന്നെ ഇങ്ങനൊരു കൂട്ടായ്മ സംഘടിപ്പിക്കാൻ നേതൃത്വം നൽകിയ സെബാസ്റ്റ്യനെയും ജെയിംസിനെയും ഉൾപ്പെടെയുള്ള ആളുകളെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. എല്ലാവരുടെയും ഒരു ടീം വർക്കാണിത്. ഈ സന്ദർഭത്തിൽ ഒരു ഫോർമൽ മീറ്റിംഗേ ഇല്ല എന്ന് ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. ഇന്ന് 75 വയസ്സിൽ കൂടുതലുള്ള ആളുകളെ ഇപ്പൊ പലരും, എനിക്ക് തോന്നുന്നത് ഈ പ്രായം മാറ്റിയിട്ടുണ്ടോ, കൊല്ലാടനൊക്കെ ഇതുവരെ 71 ആയാൽ നമ്മൾ കണ്ടിട്ട് തോന്നുന്നില്ല. അങ്ങനെ ഇരിക്കട്ടെ. ഇത്തരം കൂട്ടായ്മകൾ നമ്മുടെ ഉള്ളിൽ വലിയ സന്തോഷം വിതയ്ക്കുന്നു എന്ന് സാക്ഷ്യപ്പെടുത്തുന്ന ഒരു യോഗം കൂടിയാണ് ഇത്തരം കുടുംബ സംഗമം. അങ്ങനെയുള്ള ഒരു കുടുംബ സംഗമത്തിൽ നമ്മളെല്ലാം ആദരണീയനായ MRF കോട്ടയം ഫ്ലാറ്റിനെ വളരെ ചെറിയ രീതിയിൽ നിന്നും 3000-ഓളം ജീവനക്കാരുള്ള ഒരു വലിയ പ്രസ്ഥാനമായി നാട്ടിലും ഭാരതത്തിലും ലോകമെമ്പാടും അറിയപ്പെടുന്ന രീതിയിൽ വളർത്തിയെടുക്കുന്നതിന് വേണ്ടി വളരെയേറെ അധ്വാനിച്ച നമുക്കെല്ലാം നേതൃത്വം നൽകിയ ഈ കോട്ടയം പ്ലാന്റിന്റെ സീനിയർ ജനറൽ മാനേജറായി, പ്ലാന്റിന്റെ ഹെഡായി നിരവധി പ്രവർത്തനങ്ങൾ പ്ലാന്റിന്റെ പുരോഗതിക്ക് വേണ്ടി കാഴ്ചവെക്കുകയും ഈ സംസ്ഥാന ഗവൺമെന്റുമായി ബന്ധപ്പെട്ടും കേന്ദ്ര ഗവൺമെന്റുമായി ബന്ധപ്പെട്ടുമൊക്കെ ഈ പ്ലാന്റിന്റെ വളർച്ചയ്ക്ക് ആവശ്യമായ നിരവധി പ്രയത്നങ്ങൾ നടത്തിയിട്ടുള്ള ആരാധനായ ശ്രീ ജോർജ് മാത്യു സാറ്, അദ്ദേഹം ശതാഭിഷക്തനായിരിക്കുന്ന ഒരു സമയമാണിത്. അദ്ദേഹത്തിന്റെ ദീർഘനാളത്തെ പ്രവർത്തനങ്ങളെ കുറിച്ച് പറഞ്ഞാൽ ഒത്തിരി കാര്യങ്ങൾ പറയാറുണ്ട്. അതെല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. നമ്മളെല്ലാം ബഹുമാന്യനാണ്, ആരാധ്യനാണ്. അദ്ദേഹത്തെ ഈ കൂട്ടായ്മയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഞങ്ങളുടെ എല്ലാ അഭിനന്ദനവും സന്തോഷവും ആശംസയും അദ്ദേഹത്തിന് ആരോഗ്യ സൗഖ്യത്തോടെ ഇരിക്കാൻ ഏകദേശം എല്ലാ അനുഗ്രഹങ്ങളും നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഈ സന്ദർഭത്തിൽ പ്രിയപ്പെട്ട സരസ്വാറ്റിയെ ഞാൻ ഓർമ്മിക്കുന്നു. അതുപോലെ തന്നെ ആ കുടുംബത്തിന് എല്ലാ ഐശ്വര്യങ്ങളും ജഗദീശ്വരൻ നൽകിയിട്ടുണ്ട്. തുടർന്നും അങ്ങനെ തന്നെ മുന്നോട്ട് പോകാൻ നമ്മുടെ എല്ലാം പ്രാർത്ഥന ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇവിടെ അദ്ദേഹത്തെ ആദരിക്കുന്നതിന് വേണ്ടി ശ്രീ ബെന്നി ജോർജ് മാത്യു സാറിനെ നമ്മുടെ എല്ലാം സ്നേഹത്തിന്റെ പ്രതീകമായി, നമ്മുടെ സന്തോഷത്തിന്റെ പ്രതീകമായി അദ്ദേഹത്തെ പൊന്നാടി അണിയിച്ച് ആദരിക്കുകയാണ്. അടുത്തതായിട്ട് KS കറിയാണ്. നമ്മൾ അദ്ദേഹത്തെ ആദരിക്കുന്നത് ആരാണെന്ന് നമുക്ക് നോക്കാം. ടോക്കൺ 42 സുനിൽ കുമാർ. ഓക്കെ, താങ്ക് യു സുനിൽ. കറിയാക്കി എല്ലാ ആദരവും. ക്ഷമിക്കണം, വേഗദോസ് കടന്നു വരണം. വേഗദോസിന് ആദരവ് ഒപ്പിക്കുന്നത് 27 ടോക്കൺ. 27 കടന്നു വരണം. മിസ്സസോടെ കടന്നു വരുന്നത് രാജപേരിയോടെ കടന്നു വരാം. നമ്മുടെ കമ്പനിയിലെ ആദ്യകാല ജോലിക്കാരനാണ്. അദ്ദേഹത്തിന് ഈ ഫോറം ആദരവ് അർപ്പിക്കുന്നത് രാജപേരിയോട് ഞാൻ
രണ്ടുപേർക്കും എല്ലാം ആദരവും സമർപ്പിക്കുന്നു. താങ്ക് യു റോഡി. നിശ്ചയമായിട്ട് ആദരവ് അർപ്പിക്കുന്നത് 33 GSR പോറ്റി കടന്നു വരണം. പോറ്റി നമ്മുടെ PC മാധ്യമ വൈദ്യുതി ഈ യോഗത്തിന്റെ എല്ലാവിധ ആദരവും ഞാൻ അർപ്പിക്കുകയാണ്. താങ്ക് യു പോറ്റി. ഇനി അടുത്തത് PM മാത്യു ആണ്. PM മാത്യു വേദിയിലോട്ട് വരണം. PM മാത്യുവിന് ആദരവ് അർപ്പിക്കുന്നത് ടോക്കൺ നമ്പർ 55 ആണ്. 55 എന്ന് പറയുന്നത് റോയ് വർഗീസ്. PM മാത്യുവിന് എല്ലാവിധ ആദരവും അർപ്പിക്കുന്നു. താങ്ക് യു റോയ്. കോലസാർ ഈ വേദിയിലേക്ക് കടന്നു വേണം. കോലസാറിന്റെ 75 കഴിഞ്ഞവർക്കുള്ള ആദരവാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കോലസാർ വേദിയിലോട്ട് കടന്നു വരിക. കോലസാറിന് ആദരവ് അർപ്പിക്കാൻ വേണ്ടി വരേണ്ട ആള് ടോക്കൺ നമ്പർ 15 ആണ്. 15 കോലസാറിന് കുടുംബത്തിനും ഉള്ള ഈ ഫോറത്തിന്റെ ആദരവ് നമ്മൾ അർപ്പിക്കുകയാണ്. ഓക്കെ, താങ്ക് യു തോമസ്. ഓക്കെ, അടുത്തതായിട്ട് രവീന്ദ്ര സാർ കടന്നു വരണം. രവീന്ദ്ര സാറിന് ആദരവ് അർപ്പിക്കുവാനായിട്ട് ഉള്ളത് ടോക്കൺ 2 ആണ്. അത് ഓർമ്മയുണ്ടോ? അത് രണ്ടുപേരും വാങ്ങുന്നവരാണ്. കൊടുക്കാനായിട്ട് ഒന്നുകൂടി എടുക്കുക. ഇത് രണ്ടുപേരും റിസീവ് ചെയ്യുന്നവരാണ്. അതിനകത്ത് ഒന്നുകൂടി എടുത്തു. അപ്പൊ ഈ സാറിന് ഈ ഫോറത്തിന്റെ എല്ലാവിധ ആദരവും അർപ്പിക്കുകയാണ്. ഓക്കെ, ഇനി നമ്മുടെ ഈ സ്പെഷ്യൽ അവാർഡീസ് അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് കാർഡിനകത്ത് നമ്മൾ നിങ്ങൾ ശ്രദ്ധിക്കണം. നമ്മൾ ആദ്യമായിട്ട് വൈകുന്ന KR രാജന് അദ്ദേഹം ഈ NCPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. ദയാദരം ഇത്തവണ ഈ വർഷം സംസ്ഥാന ഗവൺമെന്റിന്റെ സുപ്രധാന പദവിയായ കാർഷിക കടാശ്വാസ കമ്മീഷൻ മെമ്പറായി അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടു. അദ്ദേഹത്തിന് ഈ എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ്. അദ്ദേഹത്തിനെ ആദരവ് അർപ്പിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഈ ഫോറം ഗ്രാമത്തിലുള്ള ആദരവ് അർപ്പിക്കുകയാണ്. കാർഷിക അടുത്തതായിട്ട് ലാൽ വർഗീസ് സാറാണ്. ലാൽ വർഗീസ് അദ്ദേഹം റോട്ടറി ഡിസ്ട്രിക്റ്റിന്റെ യൂത്ത് സർവീസ് ചെയർമാനായിട്ട് ഈ വർഷം തെരഞ്ഞെടുക്കപ്പെട്ടു. ഒപ്പം ക്രോപ്പ് ട്രെയിനറായിട്ട് അദ്ദേഹം ഈ വർഷം തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തെ ആദരവ് ഏറ്റുവാങ്ങുവാനായിട്ട് ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അദ്ദേഹത്തിന് ആദരവ് അർപ്പിക്കുന്നത് ടോക്കൺ നമ്പർ 16 ദാസാറിനുള്ള ഈ ഫോറത്തിന്റെ ആദരവ് ഞാൻ അർപ്പിക്കുകയാണ്. താങ്ക് യു. അടുത്തതാണ് നമ്മുടെ PE ഗെയിംസ് ആണ്. അദ്ദേഹം ഈ കഴിഞ്ഞ ഗാന്ധിജി യൂണിവേഴ്സിറ്റി നടത്തിയ MA സിറിയൻ എക്സാമിനേഷനിൽ 1ാം റാങ്ക് നേടി. അതൊരു കാര്യം. അതുപോലെ തന്നെ ഒരു സുപ്രധാനമായ ഒരു വിധി അദ്ദേഹം നേടിയെടുത്തു. ഈ മനുഷ്യാവകാശ കമ്മീഷനിൽ അദ്ദേഹം പരാതി കൊടുത്ത് ഈ സീനിയർ സിറ്റിസൺസിന് ബസ്സുകളിലെ സീറ്റ് സംവരണം നടപ്പാക്കിയിട്ടുള്ളതാണ്. നിയമം മൂലം നടപ്പാക്കിയിട്ടുള്ളതാണ്. പക്ഷേ അവരത് പാലിക്കുന്നില്ലെന്ന് കണ്ട് അദ്ദേഹം അത് മനുഷ്യാവകാശ കമ്മീഷനിൽ ഏൽപ്പിക്കുകയും അവരത് ഈ നിയമം കൃത്യമായിട്ട് പാലിക്കണമെന്ന് പറയുന്ന ഓർഡർ കൊടുത്ത് സുപ്രധാന വിധി സംബന്ധിച്ച് ആദരവ് ഏറ്റുവാങ്ങാനായിട്ട് നമുക്ക് കടന്നു വരണം. അദ്ദേഹത്തിന് ആദരവ് നൽകുന്നത് ബിന്ദു ഗോപകുമാറാണ്. താങ്ക് യു ബിന്ദു. അടുത്തതായിട്ട് ഞാനിവിടെ വായിക്കുന്നത് KS പ്രദീപാണ്. അദ്ദേഹം കഴിഞ്ഞ വർഷം നാഷണൽ കൗൺസിൽ ഓഫ് ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗിന്റെ നാഷണൽ കൗൺസിൽ മെമ്പറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു. അതിനൊപ്പം തന്നെ അദ്ദേഹം ഈ വർഷം ജോയിന്റ് സെക്രട്ടറി ഓഫ് കേരള സ്റ്റേറ്റ് പ്രൊഡക്ടിവിറ്റി കൗൺസിലിന്റെ ജോയിന്റ് സെക്രട്ടറിയാണ്. അദ്ദേഹത്തിന് 2 അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. രാമരാവ് അവാർഡും രാമസ്വാമി കപ്പും. ഈ രണ്ടിന്റെ ജേതാവാണ്. അദ്ദേഹത്തെ ഈ പുരസ്കാരം ഏറ്റുവാങ്ങുന്നതിനായിട്ട് ഞാൻ ക്ഷണിക്കുന്നു. അദ്ദേഹത്തിന് ആദരവ് അർപ്പിക്കേണ്ടത് 38 കോശി വർഗീസ് കടന്നത്. കോശി വർഗീസ്. താങ്ക് യു കോശി വർഗീസ്. അടുത്തത് അദ്വൈത വിജയൻ നമ്മുടെ കുട്ടിയാണ്. നമ്മുടെ JS നാരായണൻ അന്താരാഷ്ട്ര മാർക്സ് ഒളിമ്പ്യാഡിൽ ക്യാഷ് പ്രൈസും പൊതുവിജ്ഞാന എഞ്ചിനീയറിംഗ് സയൻസ് ഒളിമ്പ്യാഡിൽ ഗോൾഡ് മെഡലും സർട്ടിഫിക്കറ്റ് ഓഫ് എക്സലൻസ് നേടിയ ഒരു കൊച്ചുപിള്ളേരാണ് അദ്വൈത്. അദ്വൈത് വന്നിട്ടില്ല. അദ്വൈത് മെഡിക്കൽ എക്സലൻഷ്യൽ സ്കൂളിൽ 4ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്.
ആദരവ് ഏറ്റുവാങ്ങുന്നതിനായിട്ട് ജയകൃഷ്ണനെ ക്ഷണിക്കുന്നു. ലാലൻ ബേബിയാണ്, ലാലൻ ബേബി 48 ഈ ഫോറത്തിന്റെ ആദരവ് അദ്ദേഹത്തിന് വേണ്ടി ഗ്രാൻഡ് ഏറ്റുവാങ്ങിയാണ്. താങ്ക് യു ലാലൻ ബേബി. അടുത്തതായിട്ട് നമ്മൾ ആദരവ് അർപ്പിക്കുന്നത് എലിസബത്ത് ജെയിംസ്, നമ്മുടെ VJ ജെയിംസിന്റെ ഭാര്യയാണ്. അത് അവാർഡ് കൊടുക്കുന്ന അവരുടെ പേരോട് പറഞ്ഞിട്ട് ഞാൻ വരുന്നത് സാറാമ്മ മാത്യു PC മാത്യുവിന്റെ വൈഫാണ്. അതായത് എലിസബത്ത് ജെയിംസ് എന്ന് പറഞ്ഞാൽ ഈ കഴിഞ്ഞ മെയ് മാസത്തിൽ ഹൈദരാബാദിൽ വെച്ച് നടന്ന പാൻ ഇന്ത്യ ഫെഡറേഷൻ ഓഫ് നാഷണൽ മാസ്റ്റേഴ്സ് ഗെയിമിൽ 1 ഗോൾഡ് മെഡലും 3 സിൽവർ മെഡലും വാങ്ങി. ഒപ്പം തായ്വാനിൽ വെച്ച് നടക്കുന്ന വേൾഡ് മീറ്റിലേക്ക് സെലക്ട് ചെയ്തിരുന്നു. ഈ ഫോറത്തിന്റെ അഭിനന്ദനം ഈ പ്രായത്തിൽ വെറ്ററൻസ് മീറ്റിലെ ഈ ഫോറത്തിന്റെ ആദരവ് അർപ്പിക്കുന്നു. അടുത്തത് നമ്മുടെ വിനയ് കുര്യനാണ്. വിനയ് കുര്യനുള്ള ആദരവ് അർപ്പിക്കേണ്ട ആള് ടോക്കൺ നമ്പർ 19 അനിത പോൾ കടന്നു വരണം. വിനയ് കുര്യന്റെ പിന്നെ മെറിട്ടെന്ന് പറയുന്നത് അദ്ദേഹം 5000 ഇടവക അംഗങ്ങളും 1500 ഫാമിലികളുമുള്ള കോട്ടയം ചെറിയപള്ളി മഹാഇടവകയുടെ ട്രസ്റ്റിയായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടു. അദ്ദേഹത്തിന് ഈ ഫോറത്തിന്റെ അഭിനന്ദനം അറിയിക്കുന്നു. അവാർഡ് കൊടുക്കുന്നതിനായിട്ട് അനിത പോൾ കടന്നു വന്നു. അപ്പൊ നിങ്ങളെ ആദരവ് അർപ്പിക്കുകയാണ്. താങ്ക് യു അനിത. അടുത്തതായിട്ട് നമ്മൾ ആദരവ് അർപ്പിക്കുന്നത് അരവിന്ദ് പോളാണ്. നമ്മുടെ KA പോളിന്റെ മോനാണ്. അദ്ദേഹം ഈ വർഷം ഇന്ത്യൻ നേവിയുടെ കമാൻഡർ ലെവലിലേക്ക് ഉയർന്നു. ഒപ്പം തന്നെ ഇപ്പോഴത്തെ ഈ നേവൽ ഹെലികോപ്റ്റർ MH-60 റോമിയോ എന്ന് പറയുന്ന മോസ്റ്റ് അഡ്വാൻസ്ഡ് ഹെലികോപ്റ്ററിന്റെ ട്രെയിനിങ് വേണ്ടി കാലിഫോർണിയയിൽ ട്രെയിനിങ് പൂർത്തിയാക്കി. അതിന്റെ ചാർജായിട്ട് അദ്ദേഹം ഇപ്പോൾ ജോലി ചെയ്യുകയാണ്. അദ്ദേഹം ഇല്ലാത്തതുകൊണ്ട് ആ അവാർഡ് ഏറ്റുവാങ്ങാനായിട്ട് പോളിനെ ക്ഷണിക്കുന്നു, KA പോളിനെ ക്ഷണിക്കുന്നു. അത് അവാർഡ് കൊടുക്കുന്നത് തോമസ് തുറ എന്നതാണ്. തോമസ് തുറ 28. ഓക്കെ, താങ്ക് യു തോമസ് തുറ. അപ്പോൾ നമ്മൾ ഞാൻ റിട്ടയറായിട്ട് 2 വർഷത്തിലേറെയായി. അതിനുശേഷം ഒരു വേദിയിൽ തന്നെ ഇത്രയും പഴയ ചങ്ങാതിമാരെ കാണാൻ കഴിയുന്നത് ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഞാൻ കരുതുന്നു. ഒരുപാട് നൊസ്റ്റാൾജിക് ഫീലിങ്സ് നിങ്ങളെയൊക്കെ കണ്ടു കഴിയുമ്പോൾ പഴയ ഒരുപാട് സംഭവങ്ങൾ മനസ്സിലേക്ക് കടന്നു വരുന്നു. ഈ റിട്ടയർഡ് മെമ്പേഴ്സിന്റെ ഈ ഗെറ്റ് ടുഗദർ അറേഞ്ച് ചെയ്ത സെബാസ്റ്റ്യനും അതിനുള്ള മറ്റുള്ള സംഘാടകർക്കും അതിനുള്ള സന്തോഷം ഞാൻ ഇവിടെ വെച്ച് പങ്കുവെക്കുകയാണ്. റിട്ടയർമെന്റിനെ പറ്റി ആലോചിച്ച് കഴിഞ്ഞിട്ട് എന്റെ മനസ്സിലേക്ക് കണ്ടുവരുന്നത് ഒരു ചെറിയ കഥയാണ്. നമ്മുടെ പോപ്പ് അദ്ദേഹത്തിന്റെ ഒരു വിസിറ്റ് ഇത്തവണ അദ്ദേഹം പ്ലാൻ ചെയ്തത് ലെമൂസിൻ, അദ്ദേഹം ലുസിയാന എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റിലേക്കാണ്, അമേരിക്കൻ സ്റ്റേറ്റിലേക്ക്. അപ്പൊ ഈ സ്റ്റേറ്റിലേക്ക് സാധാരണ പോപ്പ് യാത്ര ചെയ്യുമ്പോൾ അതിന്റെ പേരിടാറുണ്ട് പേപ്പൽ വിസിറ്റ് എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന് ട്രാവൽ ചെയ്യാൻ കിട്ടിയത് ഒരു ലെമൂസിനായിരുന്നു, ഒരു ഹൈ എൻഡ് ലക്ഷൂറിയസ് സൂപ്പർ കാറാണ് ലഭിച്ചത്. അപ്പൊ ഈ ലെമൂസിനിലേക്ക് ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒബ്വിയസ്ലി ആണ് രണ്ടാമത്തെ സീറ്റിലാണ് ഇരിക്കുന്നത്, ഫ്രണ്ടിലെ ഡ്രൈവർ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ചോദിച്ചു, ഞങ്ങൾ നല്ല ഡ്രൈവർ കൂടെയാണ്, ചോദിച്ചു ക്യാൻ ഐ ഡ്രൈവ് ദ കാർ. അപ്പോൾ അദ്ദേഹം ഡ്രൈവറിന് അത് റിജക്ട് ചെയ്യാൻ പറ്റില്ല. ഇപ്പോഴല്ലേ ഡ്രൈവർ പറഞ്ഞു, യു ആർ ദ എപ്പിറ്റം ഓഫ് ഗോഡ്, യു ആർ ദ ലാസ്റ്റ് വേർഡ് ഓഫ് ഗോഡ്, ഹൗ ക്യാൻ ഐ ഡിനൈ യുവർ റിക്വസ്റ്റ്, സോ യു ക്യാൻ ഡ്രൈവ് ദ കാർ. ഇദ്ദേഹം കാറിൽ കയറി യാത്ര സ്റ്റാർട്ട് ചെയ്തു, ഫുൾ ത്രോട്ടിൽ അപ്പ് ചെയ്തു, നല്ല സ്പീഡിലായി. 80, 100, 120 നല്ല സ്പീഡിൽ പോവുകയാണ്. അപ്പോൾ ഈ ലുസിയാനയിലെ പോലീസ് ഈക്വലി ബ്രില്യന്റ് ആണ്. അവർ മനസ്സിലായി ആരോ ഹൈ സ്പീഡിൽ പോകുന്നു മനസ്സിലായി. ഇമ്മീഡിയറ്റ് ആയിട്ട് ഇന്റർസെപ്റ്റ് ചെയ്തു, വണ്ടി ബ്ലോക്ക് ചെയ്തു. അതിനുശേഷം അതിന്റെ ഓഫീസർ ചാടി ഇറങ്ങി നോക്കി കഴിഞ്ഞപ്പോൾ പേപ്പൽ വെഹിക്കിളിൽ ഇരിക്കുന്നത് നമ്മുടെ പോപ്പാണ് ഇരിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ നോക്കത്തില്ല. തിരിച്ച് അതേ കാറിൽ തന്നെ കയറിയിട്ട് അദ്ദേഹം ഇമ്മീഡിയറ്റ് ഓഫീസറെ വിളിച്ച് പറഞ്ഞു, സർ ഐ ഗോട്ട് എ ബിഗ് ക്യാച്ച്, എനിക്കൊരു വലിയ ഇരയെ കിട്ടി. അപ്പൊ ഈ ഓഫീസർ മേയർ ഓഫ് ദ ടൗൺ. സർ മേയർ ഒന്നുമല്ല, അതിനേക്കാളൊക്കെ അതൊക്കെ മേലെ, അതിലും വലിയ ഒരാളാണ്. പ്രസിഡന്റ് ഓഫ് അമേരിക്ക, ട്രംപ് വല്ലതാണോ? സർ ട്രംപ് ഒന്നുമല്ല സർ. പക്ഷെ ഒരു കാര്യം എനിക്ക് ഉറപ്പുണ്ട്, ഈ ബാക്കിൽ ഇരിക്കുന്ന ആരാണെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ he made even Pope to drive his car. ഞാനിത് പറയാനുള്ള കാരണം, നമ്മുടെ ജീവിതത്തിൽ ഇത്രയും കാലം we are influenced, അല്ലെങ്കിൽ നമ്മളെ ഡ്രൈവ് ചെയ്തിരുന്ന ചില ഫോഴ്സുകളൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ എൻ്റെ ലൈഫിനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ there are 3 facets of life. ഒന്ന് പ്രീ എംപ്ലോയ്മെന്റ് ലൈഫ്, 2 എംപ്ലോയ്മെന്റ് ലൈഫ്, 3rd സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മളെല്ലാം എത്തിയിരിക്കുന്ന റിട്ടയർമെന്റ് സ്റ്റേജ് അല്ലേ. അപ്പൊ നമ്മുടെ എംപ്ലോയ്മെന്റ് സമയത്ത് മുമ്പുണ്ടാകുന്ന സമയം എന്ന് പറയുന്നത്
നമ്മുടെ പ്രീ എംപ്ലോയ്മെന്റ് സമയം എന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ഒന്ന് ആരോഗ്യം ഉണ്ടായിരുന്നു, രണ്ട് നമുക്ക് സമയം ഉണ്ടായിരുന്നു. പക്ഷെ അന്നേരം നമുക്ക് ഇല്ലാതെ പോയ സാധനമായിരുന്നു നമ്മുടെ പൈസ വേണ്ടായിരുന്നു. Then that point of time we are influenced by our parents. അവർ തരുന്ന ചിക്കിലി കൊണ്ടായിരുന്നു നമ്മുടെ അന്ന് അത്യാവശ്യം കാര്യങ്ങളൊക്കെ മുമ്പോട്ട് നയിച്ചുകൊണ്ടിരുന്നത് അല്ലെ. 10 പൈസ ഉണ്ടായിരുന്നു ഒരു ടിക്കറ്റിന്. മിനിമം ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റുഡൻസിനൊക്കെ 10 പൈസ ടിക്കറ്റേ ഉള്ളൂ. അത് കിട്ടുക എന്ന് പറയുന്നത് തന്നെ that point of time was a Herculean task. അത് കഴിഞ്ഞ് കമ്പനിയിലൊക്കെ നമ്മൾ ജോലി ചെയ്യാൻ തുടങ്ങിയ സമയത്ത് പ്രൊഫഷണൽ ടൈമിൽ നമുക്ക് ആരോഗ്യം ഉണ്ടായിരുന്നു, നമുക്ക് അത്യാവശ്യത്തിന് പൈസയായി. കമ്പനി ഹാസ് ഗിവൻ യു എനഫ് സാലറി, നമുക്ക് യാതൊരു സംശയമില്ല. പക്ഷെ അറ്റ് ദാറ്റ് പോയിന്റ് ഓഫ് ടൈം നമുക്കൊരു കുഴപ്പമുണ്ടായിരുന്നു. നമുക്ക് നമ്മുടേതായിട്ടുള്ള ചില പ്രൊഫഷണൽ കമ്മിറ്റ്മെന്റ്സ് ഉണ്ടായിരുന്നു, എത്തിക്സ് ഉണ്ടായിരുന്നു. നമുക്ക് തോന്നിയ പാടെ നമുക്ക് ലീവ് എടുത്തുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകാൻ നോക്കത്തില്ലായിരുന്നു. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഞാൻ ആർക്കോണത്ത് നിന്ന് ട്രാൻസ്ഫർ ആയിട്ട് കോട്ടയത്തേക്ക് വന്ന സമയത്ത് എനിക്ക് സിഒ ഉണ്ടായിരുന്നു, മോർ ദാൻ 50 ഉണ്ടായിരുന്നു. കാരണം അവിടെ ലീവ് എടുക്കാൻ ഒക്കില്ലായിരുന്നു. അത് കമ്പനിയുടെ കുഴപ്പമില്ല, ആ സമയത്ത് അത്രയും മോഡറൈസേഷൻ നടന്ന സമയത്ത് നമുക്ക് തന്നെ ലീവ് എടുക്കാൻ ഒക്കത്തില്ല. എനിക്കൊരു എക്സ്ട്രാ സർവീസ് അതിന്റെ ഇൻസുലേഷൻ ചാർജ് ഒക്കെ ആയിരുന്നു ആ സമയത്ത്. എന്നാൽ ഇന്ന് നമ്മൾ റിട്ടയർമെന്റിലേക്ക് കടന്നു വന്ന സമയത്ത് ഈ ഒരു സമയത്ത് നമ്മളെ ആരും ഒന്നും ചെയ്യാൻ പോകുന്നില്ല. കാരണം നമുക്ക് സമയമുണ്ട്, നമുക്ക് ആരോഗ്യമുള്ളവരാണ് ഇരിക്കുന്നവരെല്ലാവരും തന്നെ. ഏറ്റവും പ്രായമുള്ള ജോലികൾ സാറാണ്. അദ്ദേഹത്തിന് കുറച്ച് അൺവെല്ലാണ്, പക്ഷെ അൺവെല്ലായിട്ടും അദ്ദേഹം ഇന്നും ഇപ്പോഴും അദ്ദേഹത്തിന്റെ ആ മൊമെന്റോ പോയി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഇന്ന് അവിടെ വന്നിരിക്കുകയാണ്. ഈ വേദി, ഈ സൈക്കിൾ, ഈ വീൽ ചെയറിൽ ഇദ്ദേഹത്തിന്റെ റോട്ടറിയിൽ എത്രയോ നമ്മൾ കണ്ടിരിക്കുന്നു. ഏതൊരു മീറ്റിംഗ് നടന്നാലും ഏതൊരു കൺവെൻഷൻ നടന്നാലും അതിന്റെ മുമ്പിൽ ജോലി സാറാണ്. അത് ട്രിവാൻഡ്രത്തായിക്കൊള്ളട്ടെ, ആലപ്പുഴ ആയിക്കൊള്ളട്ടെ, എവിടെയായാലും കാണാൻ സാധിക്കും. ബാക്കിയുള്ളവരെയൊക്കെ സംബന്ധിച്ചോളം എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എല്ലാം നല്ല വ്യക്തിയാണ്, നല്ല വ്യക്തിയാണ്. അത്യാവശ്യത്തിന് വ്യക്തിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ്സ് എ കൺസെപ്റ്റ് ആണ്. നമ്മുടെ വ്യക്തിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അംബാനിയും അഡാനിയും ഒന്നും ആയിരിക്കത്തില്ല. പക്ഷെ നമ്മുടെ ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ആവശ്യമായിട്ടുള്ള വ്യക്തിയായിട്ടുള്ള ആൾക്കാരാണ്. കമ്പനി ഇനഫ് സാലറി, ഇനഫ് റിട്ടയർമെന്റ് ഫണ്ട്സ് ആൻഡ് എവരിതിങ് ഫോർ us. അതിനെ നമുക്ക് 3 രീതിയിൽ നമ്മൾ നോക്കിക്കണ്ടാവും. ഇനഫ് ഈസ് നോട്ട് ഇനഫ്, ഇനഫ് ഈസ് ഇനഫ്, ഇനഫ് ഈസ് മോർ ദാൻ ഇനഫ്. എത്ര കിട്ടിയാലും പോരാ എന്ന് കരുതുന്ന ആൾക്കാരെ ഒരിക്കലും അവർക്ക് they will never get abundance. അത് കിട്ടത്തില്ല, അത് പോയി. രണ്ടാമത്തെ ഒരു ഭാഗം എന്ന് പറയുന്നത് ഇനഫ് ഈസ് ഇനഫ്, നമുക്ക് ആവശ്യത്തിനുണ്ട്. എന്നാൽ അതിന്റെ അപ്പുറത്തേക്ക് നമുക്ക് ചിന്തിക്കാൻ സാധിക്കുകയാണെങ്കിൽ എന്താണ് ഇനഫ് ഈസ് മോർ ദാൻ ഇനഫ്, അങ്ങനെ നമുക്ക് ചിന്തിക്കാൻ സാധിക്കും. നമ്മുടെ കൂടുതൽ പൈസയൊന്നും കൂട്ടി വെച്ചിട്ട് അടുത്ത തലമുറയ്ക്ക് കൊടുത്തിട്ട് യാതൊരു കാര്യമില്ല. നമ്മുടെ പേരൻസ് ഇൻവെസ്റ്റ് ചെയ്ത എന്തൊക്കെ നമുക്ക് തന്നിട്ടുണ്ടോ അതിനേക്കാൾ കൂടുതലുള്ള എല്ലാ സംഭവങ്ങളും നമ്മുടെ അടുത്ത തലമുറയ്ക്ക് വേണ്ടി നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. പിന്നെ ചെയ്യേണ്ടത് എന്താണ്? ഈ സമയത്ത് മാത്രമേ ഉള്ളൂ നമ്മൾ നമ്മുടെ ആരുടെ ഇൻഫ്ലുവൻസിലല്ല. വി ആർ ദ ഫ്രീ ബേർഡ്സ്. നമുക്ക് എവിടെയും പോകാൻ, മാറി പറക്കാൻ ഏതാനും ചില വർഷങ്ങൾ കൂടെ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. നമ്മുടെ ലൈഫ് സ്പാൻ ഇത് കൂടിയിട്ട് ഒരു ആവറേജ് ഇന്ത്യക്കാരന്റെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് 78-80 ആണ്. അപ്പൊ ആവറേജ് എന്ന് പറയുമ്പോൾ you can go up to 90, 100 ഒക്കെ പോവാം. another 30 more years you can live. കേരളത്തിലാണ് 78, ഇന്ത്യയില് 68 മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് എല്ലാ കാര്യങ്ങളും തികഞ്ഞ ഒരു കാലാവസ്ഥ അല്ലെങ്കിൽ ഒരു സാഹചര്യമാണ് ഉള്ളത്. അപ്പൊ ഈ ഒരു സമയത്ത് നമ്മുടെ ലൈഫിനെ നമുക്ക് എത്രമാത്രം എൻജോയ് ചെയ്യാൻ സാധിക്കും, എവിടെയൊക്കെ ട്രാവൽ ചെയ്യാൻ സാധിക്കും. എനിക്കറിയാവുന്ന എന്റെ ഈ സുഹൃത്തുക്കളൊക്കെ തന്നെ അങ്ങനെ ചെയ്യുന്നവരാണ്. അവരൊരു മാക്സിമം ലൈഫ് എൻജോയ് ചെയ്യുന്ന ആൾക്കാരാണ്. അതിനകത്ത് എവിടെയെങ്കിലും ഒരു ശകലം ലാഗ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ ഈ സമയം കിട്ടത്തില്ല. കിട്ടുന്ന സമയത്ത് നമുക്ക് മാക്സിമം നമുക്ക് എൻജോയ് ചെയ്യണം. ലൈഫ് എന്ന് പറയുന്ന ഒരു ട്രാവലാണ്. ബി എന്ന് പറയുന്ന അക്ഷരത്തിൽ തുടങ്ങി ഡി വരെയുള്ള ഒരു യാത്രയാണ് അല്ലെ. ബർത്തിൽ തുടങ്ങി ഡെത്ത് വരെയുള്ള ഒരു യാത്രയാണ്. അപ്പൊ അതിനിടയ്ക്കുള്ള ഇംഗ്ലീഷ് ലെറ്റർ എന്ന് പറയുന്നത് സി ആണ്. സി എന്താണ്? ഒരു ചോയ്സ് ആണ്. നിങ്ങൾക്ക് 2 രീതി ചൂസ് ചെയ്യാം. ഒന്നുകിൽ ലൈഫ് യു ക്യാൻ മേക്ക് ടോട്ടലി മിസറബിൾ. എല്ലാ പരാതികളും പ്രശ്നങ്ങളും കൊണ്ട് ഇല്ലാത്തവരാരുമില്ല. നമുക്ക് എല്ലാ കുറെ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അതിനെ സെറ്റ് ബാക്ക് ആയിട്ട് എടുത്ത് നിങ്ങൾ മുമ്പോട്ട് പോകാൻ പറ്റില്ല. അതിന് പകരം നമ്മൾ ചെയ്യേണ്ട അടുത്തൊരു സി ആണ്. ദാറ്റ് സി ഈസ് ഫോർ സെലിബ്രേഷൻ. സെലിബ്രേറ്റ് ചെയ്യും. ഓരോ നിമിഷവും നമുക്ക് എൻജോയ് ചെയ്യാൻ സാധിക്കും. ഇന്നിവിടെ വന്ന സമയത്ത് നമ്മളെല്ലാവരും സെലിബ്രേറ്റ് ചെയ്യാം. എല്ലാ പഴയ ആൾക്കാരെയും കാണുകയും പഴയ സ്നേഹങ്ങളും ദീർഘാദുഃഖ സ്മരണകളും ഒക്കെ അയവിറക്കിക്കൊണ്ട് നമ്മുടെ സ്നേഹത്തോടുകൂടി സന്തോഷത്തോടുകൂടി നമ്മൾ ചെയ്യുന്ന അതാണ് സെലിബ്രേഷൻ. അതിനേക്കാൾ കൂടുതൽ ഒരു സെലിബ്രേഷനും ഇല്ല. കിട്ടുന്ന സമയങ്ങളിൽ അതിനെ മാക്സിമം നമ്മുടെ ജീവിതത്തിലേക്ക് സന്തോഷത്തിൻ്റെതായിട്ടുള്ള ഹോർമോൺസുകളെ കൊണ്ടുവരും. നമ്മുടെ ഈ ബ്രെയിൻ എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ കെമിക്കൽ ഫാക്ടറി. ഇത് നമ്മുടെ ഓരോ തോട്ട്സുകളും നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്നത് ഓരോ ഹോർമോണുകളാണ്. നമ്മുടെ നെഗറ്റീവ് തോട്ട്സുകളാണെങ്കിൽ, പരാതികളും പ്രശ്നങ്ങളും പരിഭവങ്ങളാണെങ്കിൽ നെഗറ്റീവായിട്ടുള്ള ഹോർമോൺസ്, അഡ്രിനാലിൻ, കോർട്ടിസോൾ തുടങ്ങിയ ഹോർമോൺസുകളാണ്. അതേസമയം നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുകയാണെങ്കിൽ, ഇതുപോലെയുള്ള വേദികളിലൊക്കെ പങ്കെടുക്കുകയാണെങ്കിൽ, സന്തോഷിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ മറ്റുള്ളവരെ അപ്രിസിയേറ്റ് ചെയ്യുന്ന സമയത്ത് അതിനൊക്കെ ഹാപ്പി ഹോർമോൺസുകളാണ് നമുക്കുണ്ടാകുന്നത്.
ഡോപാമിൻ, ഓക്സിറ്റോസിൻ, സെറോട്ടോണിൻ, എൻഡോർഫിൻ തുടങ്ങിയ ഹാപ്പി ഹോർമോൺസുകളാണ്. അതൊക്കെ ഉണ്ടെങ്കിൽ ഇന്ന് വൈദ്യശാസ്ത്രം, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ തെളിയിച്ചു തന്നിരിക്കുന്നു അസുഖങ്ങളുടെ എല്ലാം കാരണം സൈക്കോസോമാറ്റിക്. സൈക്കോ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സ്, സോമാറ്റിക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡി. ഇത് രണ്ടും വെരി മച്ച് ഇന്റർലിങ്ക്ഡ് ആണ്. ഏതൊരു ക്യാൻസർ പോലെയുള്ള സാധനങ്ങളെ പോലും പഠിക്ക് പുറത്ത് നിർത്താൻ സാധിക്കും. 7 സെന്റിട്ടാണ് ഞാൻ പ്രത്യേകം കഴിഞ്ഞതിന് ശേഷം 3 ഇട്ടു. അങ്ങനെ ടോട്ടലി ഏറ്റവും മോസ്റ്റ് വാല്യൂബിൾ കോസ്റ്റ്ലിയസ്റ്റ് പേഴ്സൺ ആണെന്ന് ഞാൻ ജീവിതത്തിൽ എല്ലാവരുമായിട്ട് നോക്കി കഴിയുന്ന സമയത്ത് ഒരു സാധനത്തിൽ എന്റെ അടുത്തോട്ട് അടുക്കാനൊക്കെ എല്ലാം റിപ്പൽ ചെയ്ത് പോവുകയാണ്. കാരണം ഞാൻ ആ രീതിയിലാണ് കാര്യങ്ങളെ നോക്കിക്കാണുന്നത്. എനിക്ക് റിട്ടയർമെന്റ് കഴിഞ്ഞതിന് ശേഷം 3 തവണ സെന്റ് ഞാൻ പറഞ്ഞു. അതിന് തൊട്ട് മുമ്പുള്ള സെന്റ് ഇട്ട സമയത്ത് 3 ദിവസം കഴിഞ്ഞ് ഞാൻ അന്ന് മിൽമയുടെ ഡയറക്ടേഴ്സിന് വേണ്ടി എംആർഎഫിനെ മാനേജ്മെന്റിനെ അറിയിക്കാതെ 4 ട്രെയിൻ മാറി കയറി വിഴുപ്പുറത്ത് പോയിട്ട് ക്ലാസ് എടുക്കാൻ പോയാണ് ഞാൻ. അപ്പൊ അതുകൊണ്ട് ഏത് പ്രതിസന്ധികളുണ്ടെങ്കിലും അതിനെ സന്തോഷത്തോടുകൂടി നോക്കി കാണാൻ നമുക്ക് സാധിക്കുകയാണെങ്കിൽ എല്ലാത്തിനെയും ഹാപ്പിയായിട്ട് നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. പക്ഷേ അപ്പോഴും ഒരു പ്രശ്നമുണ്ട്, നമ്മളെ പുറമോട്ട് വലിയ ഒരു ഘടകം. അതുകൂടെ ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം ഞാൻ നിർത്താം. അതൊന്നുമല്ല, എക്കാർട്ട് ടോളെ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരൻ, അദ്ദേഹം വളരെ പ്രശസ്തമായ ഒരു യൂണിക്കൊക്കെ അറിയായിരിക്കും. പുസ്തകത്തിന്റെ പേരാണ് ദ പവർ ഓഫ് നൗ. പുസ്തകം പറയുന്നത് ഇതാണ്: ഈ നിമിഷത്തിൽ നമ്മൾ ജീവിക്കണം. എന്തുകൊണ്ട് നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുന്നില്ല, അല്ലെങ്കിൽ എപ്പോഴും ഈ പ്രതിസന്ധികളെ കൊണ്ടുവരുന്നു എന്നുള്ളതിന് ഒറ്റ ഉത്തരം പറയുന്നത് നമുക്കെല്ലാം ഉള്ളത് പെയിൻ ബോഡിയാണ്. നമ്മൾ ഏറെ ചിന്തിക്കേണ്ടത്, ആരെങ്കിലും ആ വാക്ക് കേട്ടിട്ടില്ലെങ്കിൽ മനസ്സിലാക്കുന്ന ഒരു വാക്കാണ് പെയിൻ ബോഡി. നമ്മള് ഭൂമിയിലേക്ക് വന്ന സമയത്ത് നമുക്കുണ്ടായിരുന്ന ലവ് ബോഡിയാണ്. നമ്മുടെ പേരൻസിന്റെ ഏറ്റവും പ്രിയപ്പെട്ടവരായിരുന്നു നമ്മൾ, സ്വീറ്റ് ഹാർട്ട് ആയിരുന്നു നമ്മൾ. നമുക്ക് വേണ്ടിയായിരുന്നു അവരുടെ എൻ്റയർ വേൾഡ് നമ്മളെ ചുറ്റി തിരിയുകയായിരുന്നു. ആ സമയത്താണ് നമ്മൾ ചോദിക്കുന്ന എന്ത് കാര്യങ്ങളും നമുക്ക് കിട്ടുമായിരുന്നു. We become automatically the prince and the princess of our parents. അപ്പോഴാണ് ഒരു അച്ഛനിവാദം പോലെ ഒരു 2 വർഷമോ 3 വർഷം കഴിയുമ്പോൾ നമുക്കൊരു സിബിലിംഗ് ഉണ്ടായി, അല്ലെ? നമുക്കൊരു സഹോദരനോ സഹോദരിയോ ഉണ്ടായി. ആ സമയത്ത് സ്വാഭാവികമായിട്ട് നമുക്ക് കിട്ടിയ ആ അറ്റൻഷനും കിട്ടിക്കൊണ്ടിരുന്ന അറ്റൻഷനും ആ സ്നേഹവായ്പകളും എല്ലാം കുറച്ചൊന്ന് കുറയാൻ തുടങ്ങി. കാരണം അവർക്ക് ഷെയർ ചെയ്ത് കൊടുത്തേ ഉള്ളൂ. അവർക്ക് അടുത്താണ് വന്നു കഴിഞ്ഞപ്പോൾ അവരുടെ സിംഗിൾ പോയിന്റ് ഓഫ് കോൺടാക്ട് അല്ലെങ്കിൽ അറ്റൻഷൻ എന്ന് പറയുന്നത് അവരിലേക്ക് മാറിപ്പോയി. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നടക്കാതെ വന്നു. അപ്പൊ നമ്മുടെ ലവ് ബോഡി എന്തായി മാറി? പെയിൻ ബോഡി ആയിട്ട് മാറി. കാരണം എന്തുകൊണ്ടാ? നമ്മൾ വിഷമിച്ചപ്പോൾ, കരഞ്ഞപ്പോൾ, റബല്യസ് ആയപ്പോൾ നമുക്ക് എന്തൊക്കെ കിട്ടണമെന്ന് നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ, പണ്ട് നമ്മുടെ പേരൻസ് സ്വമനസാല തന്ന കാര്യങ്ങൾ നമ്മൾ ബഹളം വെച്ച് കഴിഞ്ഞ സമയത്ത് നമുക്ക് കിട്ടാൻ തുടങ്ങി. അപ്പൊ അറിയാതെ നമ്മുടെ മനസ്സിന്റെ, നമ്മുടെ ഉപബോധ മനസ്സിൽ ഒരു സാധനം കയറിയിരിക്കുകയാണ്. എവിടെയെങ്കിലും വഴക്കുണ്ടാക്കിയോ, പ്രശ്നങ്ങൾ ഉണ്ടാക്കിയോ, അല്ലെങ്കിൽ കരഞ്ഞെങ്കിലോ വിഷമിച്ചെങ്കിൽ മാത്രമേ നമ്മൾ ആഗ്രഹിക്കുന്ന സാധനങ്ങൾ കിട്ടൂ എന്ന് അറിയാതെ ഒരു ഉപബോധ മനസ്സിൽ ഒരു സാധനം രജിസ്റ്റർ ചെയ്തിരിക്കുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഞാൻ പറയുന്നത് ശരിയാണോ എന്ന്. നമുക്ക് എന്തെങ്കിലും കിട്ടാതെ വരുമ്പോൾ നമുക്ക് വിഷമമാവും. നമ്മൾ വിഷമിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അറിയാതെ, നമ്മളത് അറിയുന്നില്ല. നമ്മുടെ ഉപബോധ മനസ്സ് പറയുകയാണ്, നിങ്ങൾ വിഷമിച്ചോ, നിങ്ങൾ കരഞ്ഞു, നിങ്ങൾ വഴക്കുണ്ടാക്കി, എങ്കിൽ മാത്രമേ നിങ്ങൾ ആഗ്രഹിക്കുന്ന സാധനങ്ങൾ കിട്ടുകയുള്ളൂ എന്ന് അറിയാതെ നമ്മുടെ ഉള്ളിൽ കോറിയിട്ടിരിക്കുകയാണ്. അതാണ് പറയുന്നത് പെയിൻ ബോഡി എന്ന് പറയുന്നത്. പെയിൻ ബോഡി അട്രാക്ട്സ് ഓൺലി സഫറിങ്സ്, ഇഷ്യൂസ്, ഷോർട്ട് കമ്മിങ്സ്, പ്രോബ്ലംസ് മാത്രമേ വരുള്ളൂ. എന്നാൽ ഓരോ തവണയും, അതുകൊണ്ടാണ് നമ്മൾ ഈ ട്രാജഡി സീരിയലുകളിനകത്തും സിനിമകളിലൊക്കെ ഒരു ട്രാജിക് സിനിമകളൊക്കെ കാണാൻ ഇന്നും ആൾക്കാരെ നിൽക്കുന്നത്. നോവലുകൾ വായിക്കുമ്പോൾ അതിനകത്ത് ട്രാജഡി ഉണ്ടെങ്കിൽ അതിനകത്ത് നമ്മൾ അറിയാതെ ആത്മഹർഷം കൂടുന്നതിന് കാരണമാണ്. ഒന്ന് മാറി ചിന്തിച്ചു കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ നമുക്ക് ഒരിക്കലും പരിഹാരം തരത്തില്ല എന്നും അതിനു പകരം ഉള്ള സമയത്ത് സന്തോഷിക്കാൻ സാധിക്കുകയാണെങ്കിൽ ഒരുപാട് മുമ്പോട്ട് നമ്മുടെ ജീവിതത്തിന്റെ അവസാന സമയം, ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ലൈഫ് സ്പാൻ ഈസ് 78 ഒക്കെയാണ്. ആ സമയത്ത് ആരുടെയും ഹെൽപ്പില്ലാതെ ഇതുപോലെ സന്തോഷത്തോടുകൂടി മുമ്പോട്ട് പോകാൻ നമുക്ക് സാധിക്കും. അതിന് തീർച്ചയായിട്ടും ഈ മാതിരിയുള്ള ഈ കുട്ടിയേലുകളും ഒക്കെ തീർച്ചയായിട്ടും അതിന് സഹായകരമായിരിക്കും. ഇനി വരും വർഷങ്ങളിലും പ്രിയപ്പെട്ട നമ്മുടെ ലീഡർ KJ സെബാസ്റ്റ്യന്റെ നേതൃത്വത്തിൽ ഈ മാതിരിയുള്ള ഒത്തുചേരലുകളൊക്കെ ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും എല്ലാ സന്തോഷവും. താങ്ക് യു ഫോർ ദി വണ്ടർഫുൾ ടോക്ക്. ഇനി നമ്മുടെ അടുത്ത നമുക്കൊരു മെമന്റോ പ്രസന്റേഷൻ ഉണ്ട്. മെമന്റോ നമ്മുടെ 3 പേർക്ക് നമ്മൾ മെമന്റോ കൊടുക്കുന്നത്. ഈ പ്രോഗ്രാമിന്റെ വിജയം എന്ന് പറയുന്നത് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കണം. നമുക്കൊരു 3 സ്പോൺസേഴ്സ് ഉണ്ട്. നമുക്ക് അതുകൊണ്ട് തന്നെ ഇതിന്റെ പരിപാടിയിൽ 25 പ്രൈസുകളാണ് നമ്മൾ കൊടുക്കുന്നത്. 25 പ്രൈസ്. അതിൽ നമ്മളെ സഹായിച്ചത് നമ്മുടെ സ്പോൺസേഴ്സ് ആണ്. അതിൽ ഒന്ന് നമ്മുടെ ജയകുമാറാണ്. ഡിപ്പാർട്ട്മെന്റ് അദ്ദേഹം ജെയിംസ് ആണ് പൂർണ്ണ മനസ്സോടെ എന്ത് വേണമെങ്കിലും ചെയ്യാൻ തയ്യാറായിട്ടാണ് അദ്ദേഹത്തിന്റെ ഒരു വലിയ മനസ്സ് നമുക്കുണ്ട്. ഇങ്ങനെ
ഒരു സ്പോൺസർഷിപ്പാണ് നമ്മുടെ വിജയത്തിലോട്ട് ഇതുപോലെ എത്തിയത്. അദ്ദേഹം ഇപ്പോൾ സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യുകയാണ്. അദ്ദേഹം വളരെ വിജയകരമായിട്ട് തന്നെ അദ്ദേഹത്തിന്റെ ബിസിനസ് കൊണ്ടുപോകുന്നു. ഈ ഫോറത്തിന്റെ പേരിൽ ജയകുമാറിനുള്ള ഹൃദയംഗമായ നന്ദി സ്നേഹവും ഞാൻ അറിയിക്കുകയാണ്. അദ്ദേഹത്തിന് വേണ്ടിയുള്ള ഒരു മെമന്റോ എനിക്ക് വാങ്ങുന്നതാണ്. അദ്ദേഹം വേദിയിലേക്ക് കടന്നു വരണം. ആ മെമന്റോ കൊടുക്കുന്നതിനായിട്ട് PG ജെയിംസും ഈ വേദിയിലോട്ട് കടന്നു വരണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ജയകുമാർ MRP പോയതിനൊക്കെ സുന്ദരനായിട്ടോ. ഓക്കെ, അപ്പം എല്ലാവരുടെയും സന്തോഷത്തോടെ ജെയിംസ് സാർ ഇപ്പോ ഈ മെമന്റോ കൈമാറുന്നതായിരിക്കും. നിങ്ങളുടെ എല്ലാ പേരുകളും നന്ദി ജയകുമാറിനും അറിയിക്കുന്നു. അടുത്തതായിട്ട് നമ്മള് ഇവിടെ സ്പോൺസർഷിപ്പിന് അർഹനായ വ്യക്തി നമ്മുടെ KA പോളാണ്. അദ്ദേഹം എല്ലാ കാര്യങ്ങളിലും നമ്മളോട് സഹകരിച്ച് വളരെ ഊർജ്ജത്തോടെ നിൽക്കുന്ന പോളാണ്. തോടും വൈഫ് ഇവിടെ വന്നിട്ടുണ്ട്. അദ്ദേഹം നല്ലൊരു സ്പോൺസർഷിപ്പാണ്. 2 ഡേയും 1 നൈറ്റും വാഗമണിലെ അദ്ദേഹത്തിന്റെ റിസോർട്ടിന് നമ്മൾക്ക് ഓഫർ ചെയ്യുകയാണ്. ലക്കി ഡ്രോയിലൂടെ നമുക്ക് അവരെ കണ്ടുപിടിക്കണം. അപ്പം ആ അവാർഡ് ഏറ്റുവാങ്ങുന്നതിനായിട്ട് KA പോളിനെയും എല്ലാ പോളിനെയും ഞാൻ ക്ഷണിക്കുന്നു. അവാർഡ് കൊടുക്കുന്നതിനായിട്ട് KA വിഭാഗം കടന്നു വരണം. KA വിഭാഗം കടന്നു വരണം. നമ്മുടെ എല്ലാ പരിപാടികളിലും സ്പോൺസർ ചെയ്യുന്ന ഒരാളാണ് KA പോള്. എല്ലാവരുടെയും പേരിലുള്ള നന്ദിയും സ്നേഹവും പോളിനെ അറിയിക്കുന്നു. തീർച്ചയായിട്ടും ഇത്രയും വിജയകരമാക്കാൻ സഹായിച്ചതിലൂടെ ഓക്കെ. അടുത്തതായിട്ട് നമ്മൾ ഒരാളോട് അദ്ദേഹം ഇവിടെ വന്നിട്ടില്ല. ഒരു വലിയ സ്പോൺസറാണ് അദ്ദേഹം. നമുക്ക് ഈ പറയുന്ന വളരെ സന്തോഷത്തോടുകൂടി നമുക്ക് നമ്മുടെ സ്പോൺസർഷിപ്പിൽ പങ്കെടുത്ത സതീഷ് കമ്മത്ത്. അദ്ദേഹം ടെക്നിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായിരുന്നതാണ്. അദ്ദേഹം ഒരു ടാപ്പ് പ്ലാന്റിന്റെ VP ആണ്. അദ്ദേഹം ഞാൻ സംസാരിച്ചിരുന്നു. അദ്ദേഹം വരണമെന്ന് ആഗ്രഹമുള്ള, പക്ഷെ അദ്ദേഹത്തിന് വരാൻ സാധിച്ചില്ല. അദ്ദേഹത്തിന് ഉള്ള ആ നന്ദിയും സ്നേഹവും അദ്ദേഹം ഇല്ലെങ്കിലും എല്ലാവർക്കും വേണ്ടി ഞാൻ അത് അർപ്പിക്കുകയാണ്. അത് ഏറ്റുവാങ്ങിയത് ജെയിംസ് സാർ തന്നെയാണ്. ജെയിംസ് സാർ ഏറ്റുവാങ്ങണം. അത് കൊടുക്കുവാനായിട്ട് തോമസ് കുരുവിളെ ഞാൻ ക്ഷണിക്കുകയാണ്. കമ്മത്തിനുള്ള അവാർഡ് ഏറ്റുവാങ്ങാനായിട്ട് PG ജെയിംസ് വരണം. അത് കൊടുക്കുവാനായിട്ട് കുരുവിള സതീഷ് കമ്മത്തിനുള്ള അവാർഡ് താൽക്കാലികമായിട്ട് ജെയിംസ് ഏറ്റുവാങ്ങുകയാണ്. താങ്ക് യു കുരുവിള. താങ്ക് യു ജെയിംസ്. ആദ്യമായിട്ട് നറുക്കെടുക്കുന്നത് നമ്മുടെ കയ്യിൽ ഈ തവണത്തെ ഓണം ബമ്പർ 10 ലോട്ടറി ടിക്കറ്റുകൾ നമ്മൾ സമ്മാനത്തിനായിട്ട് എത്തിച്ചിട്ടുണ്ട്. ഈ 10 ലോട്ടറി ടിക്കറ്റുകൾ, അതായത് ഒരെണ്ണം 500 രൂപ, 25 കോടിയാണ് ഒന്നാം സമ്മാനം കിട്ടുന്നത്. രണ്ടാം സമ്മാനം അതിൽ താഴെയുള്ള കോടികൾ. ഒരുപക്ഷെ ഭാഗ്യവാൻ ഈ കൂടുതലാണോ നമുക്കറിയാമല്ലോ. അപ്പോൾ ഇപ്പൊ നമ്മൾ ആദ്യം ചെയ്യുന്നത് 10 ലോട്ടറി ടിക്കറ്റുകൾ ഓരോന്നായിട്ട് നറുക്കെടുത്ത് ഇതിനകത്ത് ഭാഗ്യവാനെയോ ഭാഗ്യവതിയോ കണ്ടുപിടിക്കാൻ പോവുകയാണ്. ഇത് നറുക്കെടുക്കുന്നതിന് വേണ്ടി നമ്മുടെ മെയിൻ സ്പോൺസറായ ജയകുമാറിനെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. 10 ടിക്കറ്റ് നമുക്ക് ടോക്കൺ എടുത്താൽ മതി. ജസ്റ്റ് ടോക്കൺ എടുക്കുക. എന്നിട്ട് നമ്മൾ ആർക്ക് കിട്ടി എന്ന് അന്നേരം തന്നെ പറയുന്നതായിരിക്കും. ഓക്കെ, നമ്മൾ തുടങ്ങുകയാണ്. ലോട്ടറി ടിക്കറ്റ് നമ്പർ 40, ജെയിംസ് 40, നമ്പർ 40 അവസാനിക്കുന്ന ലോട്ടറി ടിക്കറ്റ് ടോക്കൺ നമ്പർ 34. ആരാണ് 34? വായിച്ചു. ജോൺ ഗുരുവാണ് ആദ്യത്തെ വിന്നർ. ജോൺ ഗുരുവ ആദ്യത്തെ വിന്നർ ആയിരിക്കുന്നു. ഓണം ബമ്പറിന്റെ ആദ്യത്തെ ടിക്കറ്റ് ജോൺ ഗുരുവ. ഓക്കെ, ഞാൻ സമ്മാനം പിന്നെ വിളിച്ചതാണ്, സമയം പോയി. അടുത്തത് ടോക്കൺ 40, നമ്പർ 49. സോറി, എടുത്തത് വീണ്ടും നമ്മൾ നറുക്കെടുക്കുന്നതല്ലായിരിക്കും. ഒരു സമ്മാനം കിട്ടുന്നത് പിന്നീട് സമ്മാനം കിട്ടത്തില്ല. എടുത്തത് വായിക്കുന്നതായിരിക്കും. നമ്പർ 14. നമ്പർ 14 അജിത് കുമാർ AP ആണ്. അടുത്തത് 48 എന്നുള്ള സ്ഥിതി. 13. അടുത്തെടുത്തോ? അടുത്ത 47 അവസാനിക്കുന്ന നമ്പറാണ് എടുക്കാൻ പോകുന്നത്. 47 അവസാനിക്കുന്ന ടിക്കറ്റിന്റെ ടോക്കൺ എടുക്കാൻ പോകും. 54 ഗോപകുമാറാണ് ആ ഭാഗ്യം. അടുത്തത് ടിക്കറ്റ് 46 അവസാനിക്കുന്ന ടിക്കറ്റ്
ആർക്കാണ് കിട്ടുന്നതെന്നുള്ള ജയമാസം വിടുന്നു. അടുത്ത ആരാണെന്നുള്ളത് പറയുകയാണ്. ടോക്കൺ ഏതാണ്? ടോക്കൺ നമ്പർ 36 അംബികാരായൻ. 45 അവസാനിക്കുന്ന ലോട്ടറി ടിക്കറ്റ് ആർക്കാണെന്നുള്ളത് ജയമാസം എടുക്കും. 58 58 കെ രവീന്ദ്രൻ. അടുത്തത് 44 അവസാനിക്കുന്ന നമ്പറിലുള്ള ആ ടിക്കറ്റ് ആർക്കാണെന്ന് അറിയാൻ വേണ്ടി തിരഞ്ഞെടുക്കുന്നത്. 26 സാറാമ്മ മാത്യു. 43 എന്ന നമ്പറിൽ അവസാനിക്കുന്ന ടിക്കറ്റാണ് അടുത്തത് കൊടുക്കുന്നത്. അത് ആർക്കാണെന്നുള്ളത് ഇപ്പോൾ എടുക്കുന്നത്. 27 റോണി ജോൺ. 42 എന്ന നമ്പറിൽ അവസാനിക്കുന്ന ലോട്ടറി ടിക്കറ്റ് ആർക്കാണെന്നുള്ളത് അറിയാൻ വേണ്ടി നടക്കെടുക്കുന്നത്. 8 എന്ന നമ്പർ എം മാത്യു. ഈ ഒരെണ്ണം കൂടെ ലോട്ടറി ടിക്കറ്റ് ഒരെണ്ണം കൂടി മാത്രമേ ഉള്ളൂ. ലാസ്റ്റ് ലോട്ടറി വിന്നർ ആരാണെന്ന് അറിയാമോ? 24 24 റെബേക്ക വിനോയ്. 24 വിനോയിന്റെ വൈഫാണ്. ഇത്രയും പേർക്ക് ലോട്ടറി ടിക്കറ്റ് 10 നമ്മൾ എടുത്തു കഴിഞ്ഞു. താങ്ക് യു ജയമാ. നമ്മൾ ഇനിയിപ്പോൾ എടുക്കാൻ പോകുന്നത് ഈ ഹോട്ടൽ സീസർ പാലസിലേക്കുള്ള ഫുഡ് കൂപ്പണാണ്. 500ന്റെ ടോക്കൺ കൂപ്പൺ 10 നമ്മളിപ്പോൾ എടുക്കും. ആ കൂപ്പണുമായിട്ട് ഇവിടെ വന്നാൽ റെസ്റ്റോറൻറ്റിൽ നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റും. 500 രൂപ കഴിഞ്ഞ് കൂടുതൽ ആളുകൾക്ക് പൈസ കൊടുക്കണം. 500 താഴെയാണെങ്കിൽ നിങ്ങൾ പൈസ തിരിച്ചു കിട്ടുന്നൊന്നുമില്ല. 500 രൂപയുടെ കൂപ്പണാണ്. അതിന് ഫുഡ് കഴിക്കും. പക്ഷെ ബാറിൽ അലൗഡ് അല്ല. 1 മാസത്തെ കാലാവധി ഉണ്ട്. ഓർത്തിരിക്കുക. നമ്മൾ ഇവിടെ സ്പോൺസർ ചെയ്യപ്പെട്ടിരിക്കുന്നത് 500ന്റെ 10 2500ന്റെ ഒരു കൂപ്പൺ, 1500ന്റെ ഒരു കൂപ്പൺ, 1000ന്റെ ഒരു കൂപ്പൺ. ഇങ്ങനെ 13 കൂപ്പണാണ് ഇപ്പൊ നറുക്കെടുക്കാൻ പോകുന്നത്. ഓൾറെഡി സമ്മാനം കിട്ടിയവരുടെ പേര് മാറ്റിയിട്ടുണ്ട്. ബാക്കി കിട്ടാത്തവരായിരിക്കും ഇനിയിപ്പോ നറുക്കെടുക്കാൻ പോകുന്നത്. ഓക്കെ, ജോർജ് ആദ്യമായിട്ട് 500ന്റെ ഒരെണ്ണെടുത്തി. 500ന്റെ നമ്പർ പറഞ്ഞു ജയ തോമസ് കുരുവ. ഓക്കെ, അത് അടുത്തത് പിന്നെ നറുക്കെടുക്കാനായിട്ട് ജയ പോകും. ഓക്കെ, നമ്പർ 9 നമ്പർ 30 ഗിരീഷ് ബാബു. ഗിരീഷ് ബാബു ആണ് ആ 500 രൂപയുടെ കൂപ്പൺ നൽകാനായി രണ്ടാമത്തെ. അടുത്തത് കുഞ്ഞാൻ നറുക്കെടുത്ത്. കണ്ണടച്ച് കിടക്കി കണ്ണടച്ച് കുരുക്കിട്ട് നമ്പർ ഏതാ? 17. 500 രൂപയുടെ കൂപ്പൺ. അടുത്തത് ബെന്നിമോൻ എടുത്തേ. ബെന്നിമോൻ ഒരു 500 ഏതാ നമ്പർ? 45 ആണ് അടുത്ത നമ്പർ. ആരാണ്? 45 MD സെബാസ്റ്റ്യൻ. ജഗന്നാഥൻ അടുത്ത് എടുക്കുന്നതായിരിക്കും. ജഗന്നാഥൻ അടുത്ത് എടുക്കുന്നതായിരിക്കും. 38 ബാബുക്കർ സാറിനെ വിളിച്ചു. ഇടത്തേയുണ്ട്. നമ്പർ നോക്കി എത്രയാണ്? 5. ഒന്നെടുത്തു. ഇടത്തേയോട് ഒന്നെടുത്തു. ഒരെണ്ണം എടുക്കാം. ഒരെണ്ണം എടുക്കാം. ഒരെണ്ണം മാത്രം. 63. നമ്പർ 10 ആണ്. ടോക്കൺ 10. 2 500 കൂപ്പൺ ഒന്നുകൂടെ ഉള്ളൂ. അത് ലാസ്റ്റ് 12. ടോക്കൺ 12. എൽസിക്കുട്ടി ഗെയിംസ്. ഈ അടുത്തത് നമ്മൾ എടുക്കുന്നത് ഈ സീസർ പാലസിൽ തന്നെ 1000 രൂപ ഫുഡ് കൂപ്പൺ ആർക്ക് കിട്ടും? 1000 രൂപ. അത് ആർക്കാണെന്നുള്ളത് എടുക്കാൻ വേണ്ടി സുഭാഷിന്റെ അടുത്തേക്ക് ഇത് വേണ്ടിയാണ്. സുഭാഷ് നമ്പർ ഏതാ? 25. മാറ്റം 1000 രൂപയ്ക്ക് PC മാത്യു. അപ്പൊ 1500ന്റെ ഫുഡ് കൂപ്പൺ ആർക്ക് കിട്ടുമെന്നുള്ളത് 1500ന്റെ കൂപ്പൺ കിട്ടുന്ന വ്യക്തിയെ കോടസാല ടോക്കൺ എടുക്കുകയാണ്. നമുക്ക് നോക്കാം ആർക്കാണെന്നുള്ളത്. 47 ബേബി തോമസ്. 1500 രൂപ കൂപ്പൺ വിജയിയായിരിക്കുന്നു. ഇനിയുള്ളത് 2500 രൂപയുടെ ബമ്പർ പ്രൈസ് ആണ്. അതാണ് നമ്മൾ കാത്തിരിക്കുന്നത്. സീസർ പാലസിൽ 2500 രൂപയുടെ ഫുഡ് റെസ്റ്റോറന്റിൽ കഴിക്കാനുള്ള കൂപ്പൺ ആർക്കാണെന്നാണ് നാം
നറുക്കെടുക്കാൻ പോകുന്നത്. അത് നറുക്കെടുക്കാനായിട്ട് നമ്മള് ആരെയാ സാർ മനസ്സിൽ ജോർമോ സാറിനോട് എടുപ്പിക്കും. ഓക്കെ, ജോർമോ സാറിനോട് എടുപ്പിക്കും. ജോർമോ സാർ നറുക്കെടുക്കുക. 2500 രൂപയുടെ കൂപ്പൺ ആർക്കാണ് കിട്ടുന്നത് ജോർമോ സാർ ഇപ്പൊ തീരുമാനിക്കും. ആ നമ്പർ വന്നു കഴിഞ്ഞു. ഒരെണ്ണം എടുക്കാവുള്ളൂ, ഒരൊറ്റ നമ്പർ, ഒറ്റ ടോക്കൺ. നമ്പർ പറഞ്ഞ് 55. 2005 റോയ് വർഗീസ്. അങ്ങനെ ആ 13 സമ്മാനങ്ങൾ കഴിഞ്ഞു. ഇനി നമുക്കുള്ളത് സൂപ്പർ ബമ്പർ 2 പ്രൈസുകളാണ്. വാഗമൺ ട്രൈറ്റൺ ഹൈറ്റ്സിൽ 2 പകലും ഒരു രാത്രിയും സുഖവാസം. അത് ആർക്കാണെന്നുള്ളത് ഇപ്പം നമ്മൾ കണ്ടുപിടിക്കാൻ പോവാണ്. അതിന്റെ ഭാഗ്യമാരെല്ലാം മാറ്റി. ഇനി വളരെ കുറച്ച ടോക്കൺ മാത്രമേ ഉള്ളൂ. 2 പേർക്ക് വളരെ കുറഞ്ഞ ടോക്കണിൽ നിന്ന് നമ്മൾ നറുക്കെടുക്കുന്നതായിരിക്കും. അത് നമ്മൾ ഉടനെ കണ്ടുപിടിക്കുന്നതായിരിക്കും. അത് അത് ആദ്യത്തെ ഓഫർ. അതായത് ഒന്നുകൂടെ പറയുന്നു, 2 വാഗമൺ ട്രൈറ്റൺ ഹൈറ്റ്സില് 2 പകലും ഒരു നൈറ്റും ഫ്രീ താമസം. അതിന്റെ ആദ്യത്തെ വിജയി എടുക്കണം. 18 ഫോറത്തിന്റെ ക്യാൻസൽ ചെയ്യണം. ഈ വീണ്ടും 46 റിസോർട്ടിലെ ആദ്യത്തെ വീട്ടർ 46. ഇനി ഒരാൾ കൂടെ. അതാ 46 ആ പ്രമീള വിന്നർ 46. പ്രമീള. ഇനി ഒരാൾ കൂടെ ഉണ്ട്. 2 പേർക്കാണ്. ഒന്ന് പ്രമീള, അടുത്തത് ആർക്കാന്നുള്ളത് ആരെക്കൂടെ എടുപ്പിക്കുന്നത്. ഓക്കെ, എം ഡി സെബാസ്റ്റ്യൻ എടുക്കുന്നതായിരിക്കും. എം ഡി സെബാസ്റ്റ്യൻ എടുത്തിട്ട് പോകാം. നമ്പർ ഏതാ? 6. നമ്പർ 6. ഓ സോറി, 9. ലാൽ വർഗീസ്. ഓക്കെ, അപ്പൊ അങ്ങനെ നമ്മുടെ ലോട്ടറി നറുക്കെടുപ്പുകൾ മൊത്തം കഴിയുകയാണ്. ഇപ്പം ഈ വിജയികളെ എല്ലാം നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞു. അത് വിജയികൾക്ക് അനുമോദനങ്ങൾ നമുക്ക്